അങ്ങയോട് ചേർന്നായിരിക്കാൻ കർത്താവേ അങ്ങിൽ നിന്നും പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ ആമേൻ അവിടുത്തെ ശബ്ദം കേൾക്കേണ്ടതിന് അവിടുത്തെ സ്പർശനമൊന്ന് അനുഭവിക്കേണ്ടതിന് ഇന്ന് പകൽ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവേ നല്ല ആരാധന നീ ഒരുക്കി തരണമേ, നല്ല പാട്ടുകളെ കർത്താവേ നീ ഒരുക്കി തരണമേ, നല്ല വചനത്തെ ഒരുക്കി തരണമേ കർത്താവേ. അതൊക്കെയും അടിയങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമാകുവാൻ, ഒരു പുതിയ അനുഭവമാകുവാൻ, പുതിയ തീരുമാനത്തോടെ മടങ്ങുവാൻ സ്വർഗം ഇന്ന് പകൽ ഇടയാക്കുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും കരങ്ങളെ സമർപ്പിക്കുന്നു, കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നപ്പ തക്ക സമയത്ത് കടന്നു വന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിച്ച് ബലപ്പെടേണ്ടതിന് സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവേ ഹല്ലേലൂയ കർത്താവേ കടന്നു വരുന്നവർക്ക് ഹല്ലേലൂയ അടിയങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒന്നുപോലെ അനുഗ്രഹമായി തീരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷിക്കുന്നതിൻ്റെ മക്കളെല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ ഹല്ലേലൂയ ദൈവകൃപയിൽ നിന്നുകൊണ്ട് കർത്താവേ ശുശ്രൂഷിപ്പാൽ സ്വർഗമേ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക കർത്തൃമേശ ശുശ്രൂഷ എന്നഴികൾ മധ്യേ ഉണ്ടല്ലോ, അതിന് ഭാഗമാക്കുവാൻ കരം നീട്ടുവാൻ നിന്റെ ജനത്തെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഒരേറ്റുപറച്ചിലിൻ്റെ അവസ്ഥയിൽ കർത്താവേ കടന്നു വന്ന് കരങ്ങളെ നീട്ടുവാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഇത് അനുഗ്രഹത്തിന് കാരണമാക്കണമേ, ഒരു പുതിയ അനുഭവത്തിന് കാരണമാക്കണമേ, ഒരു പുതിയ തീരുമാനത്തിന് കാരണമാക്കണമേ. ഹല്ലേലൂയ. ആ വലിയവനായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായും അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായും അടികളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അടികളുടെ പ്രാർത്ഥന അവിടെ കേട്ടതോർത്ത് അങ്ങേ സ്തുതിക്കുന്നപ്പാ. ആദ്യോ അന്ത്യം വരെയും ഹല്ലേലൂയ തുടക്കം മുതൽ അവസാനം വരെയും വലിയ സാന്നിധ്യത്തിൽ അടികളെ നിർത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ജീസസ്. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. പൈതങ്ങൾ ആമീൻ. ആരാധന ലീഡ് ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമുള്ള ശബ്ദം ഉയർത്തി ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഞായറാഴ്ച കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു കാലമുണ്ട് അല്ലേ? വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, എല്ലാത്തിനും ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വിതയ്ക്കുന്ന കാലം കഴിഞ്ഞു. എത്ര പേര് പറയും ഇതെൻ്റെ കൊയ്യാനുള്ള കാലമാണ്? ഹല്ലേലൂയ. ആ വിശ്വാസമുള്ളവർ ശബ്ദമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന കാലമാണിത്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തൻ, അവൻ വാക്കുമാറാത്ത കർത്താവാണ്. ആമേൻ ആമേൻ. വാഗ്ദത്തങ്ങൾ കിട്ടിയ ദൈവമക്കൾ ഇങ്ങനെ ഇരിക്കരുത്. വാഗ്ദത്തങ്ങൾ കിട്ടിയ ദൈവമക്കൾ അത് വിശ്വസ്തയോട് ഉറപ്പിച്ച് എൻ്റെ കർത്താവ് എനിക്കത് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളവർ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ വിശ്വസ്തനായ കർത്താവാണ്. അത് കൊയ്യാനുള്ള കാലമാണ് നമ്മുടെ ഈ വരുന്ന കാലഘട്ടമെന്ന് ഉറപ്പുള്ളവർ ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ പോയ ദിനങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് കർത്താവ് നോക്കത്തില്ല. നമ്മൾ പാപത്തിൽ നിന്ന് വന്നവരാണ്, പക്ഷെ അതെങ്ങനെ നമ്മൾ എവിടെ നിന്ന് വന്നതാണെന്ന് കർത്താവ് നോക്കത്തില്ല. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ, അത് നമുക്ക് വേണ്ടി തരാൻ വിശ്വസ്തനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മളെ എവിടെ നിന്ന് വന്നു, നമ്മൾ ചേറ്റിൽ നിന്ന് വന്നവരായിരിക്കാം. നമ്മുടെ വന്ന സാഹചര്യങ്ങൾ നമ്മുടെ കർത്താവിന് വിഷയമല്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മൾ കൊയ്യുന്ന കാലഘട്ടമാണ് എന്ന് ഉറപ്പുള്ളവർ, നമ്മുടെ വാഗ്ദത്തങ്ങൾ കിട്ടാൻ, നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മുടെ കയ്യിലെടുക്കുന്ന കാലമാണിതെന്ന് ഉറപ്പുള്ളവർ, നമുക്ക് അല്പനേരം കർത്താവിനെ നമുക്ക് പാടാം. വാഗ്ദത്തത്തിന്റെ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഒരുമിച്ച് ആ ഉറപ്പുള്ളവർ ശബ്ദമുയർത്തി അല്പനേരം നമുക്ക് പാടിന്റെ വരികൾ പാടി കർത്താവിനെ സ്തുതിക്കാം.
രാജാവേ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്ക് ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധന. രാജാധിരാജാ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്ക് ആരാധന. ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ അങ്ങേയ്ക്കു തുല്യനായി ആരുമില്ല. ഉദിയല്ലാതെ വേറെ ദൈവമില്ല. ഉദിൻ മുമ്പിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. ഉദിയാടൻ ദൈവമേ എൻ പിതാവേ. അങ്ങേയ്ക്കു തുല്യനായി ആരുമില്ല. ഉദിയല്ലാതെ വേറെ ദൈവമില്ല. ഉദിൻ മുമ്പിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണൻ ദൈവമേ എൻ പിതാവേ. നിത്യനാം രാജാവിൻ കൂട്ടാളിയായി
സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ എനിക്ക്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ എനിക്ക്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണോ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ എനിക്ക്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ. 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 ഇത് വളരെ നിശ്ചയമുള്ളവർ. നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണോ. മാനുഷിക ബന്ധങ്ങൾ നമ്മളെ വിട്ടകന്നു മാറുമ്പോൾ അകന്നു മാറാത്തൊരു നല്ല ദൈവം. ഹല്ലേലൂയ. അകന്നു മാറാത്ത ബന്ധങ്ങളകലും സ്വന്തങ്ങളകലും സാഹചര്യങ്ങൾ മാറും, അവസ്ഥകൾ മാറും, ശാരീരിക ബലങ്ങൾ തീരും. എന്നാൽ അതിനപ്പുറത്ത് കൈവീഴാത്തൊരു ദൈവമുള്ളതിന് ഹല്ലേലൂയ. ശബലബലബല Arkamana Bauda Veda Rabashatara Danadara Vira Varavara
പ്രാർത്ഥിച്ച് ഇന്ന് മുതൽ അവന്റെ മഹത്വം ജീവിതത്തിൽ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന്, ജീവിതത്തിൽ മറന്നു കളയാത്തൊരു ദൈവമുണ്ടെന്ന്, ജീവിതത്തിൽ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്ന് ഇന്ന് മുതൽ ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് അടമറകല ജനതല ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനം ഇന്ന് പകൽ ആത്മമണ്ഡലത്തിലൊന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പോലെ സൗഭാഗ്യമായ ഒരു ജീവിതം മറ്റൊന്നില്ല. ഇല്ല മക്കളെ, ഇല്ല. യേശുവിനെ പോലെ നമ്മുടെ അപ്പയെ പോലെ നമ്മെ കരുതുന്ന മറ്റൊരുവനില്ല. ഈ ഉലകത്തിൽ എന്റെ അപ്പനെ പോലെ ഒരുവനില്ല. ഈ ഉലകത്തിൽ എന്റെ അപ്പയെ പോലെ ഒരുവനില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്ക് ആത്മാവിൽ പ്രതികരിച്ച് ആരാധിച്ചാണ്, കരങ്ങൾ അടിക്കുന്നവർ കരമടിച്ച്, കരങ്ങൾ ഉയർത്തുന്നവർ കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തുന്നവർ ശബ്ദം ഉയർത്തി, അന്യഭാഷയിൽ ആരാധിക്കുന്നവർ അന്യഭാഷയിൽ ഈ പകലിൽ യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലം തുറക്കുന്നു, ആത്മമണ്ഡലം തുറക്കുന്നു, ആത്മമണ്ഡലം തുറക്കുന്നു, ആത്മമണ്ഡലം തുറക്കുന്നു, ആത്മമണ്ഡലം തുറക്കുന്നു, ആത്മമണ്ഡലം തുറക്കുന്നു. എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. കേൾപ്പാൻ കഴിയാതെ വന്ന് അവന്റെ കാത് മന്ദമായി പോകുന്നില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വന്ന് അവന്റെ കരം കുറുകി പോകുന്നില്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ ആഴത്തിൽ വെളിപ്പെടുക. കൈവിടാത്തൊരു ദൈവം ഇവിടെയുണ്ട്, കൈവിടാത്തൊരു ദൈവം ഇവിടെയുണ്ട്, മറന്നു കളയാത്തൊരു ദൈവം ഇവിടെയുണ്ട്, ഉപേക്ഷിക്കാത്തൊരു ദൈവം ഇവിടെയുണ്ട്. ആ കർത്താവിന്റെ നാമം ഇന്ന് പകലിൽ ആലയത്തിനകത്ത് ആത്മാവിൽ ഉയർത്തപ്പെടട്ടെ. We love you. Church, we love you, Lord. Alpha, Omega,
കർത്താതി കർത്താവ് ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവരെന്നും മാറാത്തവനോ. കാലങ്ങൾ മാറിപ്പോയാലും അവരെന്നും മാറാത്തവനോ. ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. ശബ്ദമുയർത്തി അവൻ ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. അവൻ ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. പാറയെ മാധുര്യമാക്കാൻ കഴിവുള്ളൂ, പാറയെ തീരുന്നു ദാഹം പോകും. പാറയെ മാധുര്യമാക്കാൻ കഴിവുള്ളൂ, പാറയെ തീരുന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തുന്നു. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തുന്നു. അവൻ ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. അവൻ ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. 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 എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരൂ. 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 അവൻ ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. അവൻ ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം. ഒമേഗ അവനാദ്യം അന്ത്യം. അവൻ ആൽഫ 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 ഒമേഗ അവനാദ്യം അന്ത്യം. കഷ്ടങ്ങൾ വരുമ്പോഴും നഷ്ടങ്ങൾ വരുമ്പോഴും നമ്മളെ മാറിപ്പോകുന്ന ഒരപ്പനല്ല നമുക്കുള്ളത്. നമ്മളെ ചേർത്തണയ്ക്കുന്ന ഒരു നല്ല ഇടയനാണ് നമുക്കുള്ളത്. വെറും ഒരു ഇടയനല്ല നമ്മുടെ അപ്പൻ, നല്ല ഇടയനായി നമ്മുടെ കൂടെ നിൽക്കുന്ന അപ്പനാണ്.
ഹല്ലേലൂയ. നമുക്കിന്ന് പാടാം. എൻ്റെ ബലഹീനത നേരങ്ങളിലും എൻ്റെ താഴ്ചയിലുമെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ ഇന്ന് ആരാധിക്കാൻ പോവുകയാണെന്ന്. തൻ്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ ഇന്ന് ആരാധിക്കാൻ പോകുകയാണ്. എൻ്റെ ജീവനുള്ള നാളെല്ലാം ഞാൻ അങ്ങേ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. എൻ്റെ പാറയാകുന്ന എൻ്റെ കർത്താവിനെ നമുക്കിന്ന് ശബ്ദമുയർത്തി എല്ലാവർക്കും കരങ്ങളെ തട്ടി അല്പനേരം ഒരു പാട്ട് പാടി നമുക്ക് ആരാധിക്കാം ശക്തിയോടെ. പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീ. എന്നും എന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന പാടിടുവേ. ജീവനുള്ള സ്തുതിച്ചു പാടിടുവേ. നാലാളി ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. നാലാളി ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. ഇന്ന് പകൽ ആരാധന അങ്ങേക്ക്,
കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഇന്ന് പകരം ആരാധനയിൽ പകരപ്പെടുന്നു. യേശുനാഥ നീ തുണയായവനാ, ഞാൻ ഒട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ ബലമായതാ, ഞാൻ ഒട്ടും ഭയപ്പെടില്ല. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന Oh, hallelujah.
ആത്മമണ്ഡലത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ആത്മമണ്ഡലത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. യെസ്, ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കരം ചലിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ൂടച്ചാദല ബൗഡവരം തല രീഗമനത്തല ബൗഡവരം തല രീഗമനത്തല ബൗഡവരാദല രഗമന അടബലബലബല ദിഗമന വേദല ബൗഡവരം തല രീഗമനത്തല ബൗഡവരാദല ദീപച്ചാദല ബൗഡൽ കമന ദിഗമന വേദല ബൗഡൽ കമന ദിഗമന വേദലാരവ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് ഇന്ന് മകൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനം സംഭവിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗങ്ങൾ വീഴുന്നു, 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 വലിയ പദ്ധതികൾ വീഴുന്നു. ആത്മാവിൽ ചിലർ ചലിച്ചു തുടങ്ങുന്നു. കരമടിക്കാൻ കഴിയുന്നവർ നന്നായി കരമടിച്ചു. ശബ്ദമുയർത്താൻ കഴിയുന്നവർ നന്നായി ശബ്ദമുയർത്തിക്കൂ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ലഭിക്കുന്ന നാളുകൾ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ലഭിക്കുന്ന നാളുകൾ വളരെ പരിമിതമായതാണ്. എന്നാൽ ഇന്ന് പകൽ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയുന്ന ദൈവമക്കൾ പൂർണ്ണ ഹൃദയത്തോടെ ആത്മമണ്ഡലത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്ന പകലായി മാറുന്നു, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്ന പകലായി മാറുന്നു, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുന്ന പകലായി മാറുന്നു, ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പകലായി മാറുന്നു. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് ഈ പകൽ ആലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. അത് പ്രാപിക്കാൻ കഴിയുന്ന, അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവജനം ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കട്ടെ. അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. ഇത് രോഗസൗഖ്യമായി മാറും, ഇത് രോഗശാന്തിയായി മാറും, ഇത് അഭിഷേകമായി മാറും, ഇത് അഭിഷേകത്തിന്റെ വർധനമായി മാറും. ഇത് ചിലരെ ശുശ്രൂഷയിൽ പുറത്തെടുക്കും, ഇത് ചിലരെ ദൈവകൃപയിൽ പുറത്തെടുക്കും, ഇത് ചിലരെ മിനുക്കിയ ആയുധമാക്കി മാറ്റും. ഇന്നും പകൽ യേശുവിന്റെ സാന്നിധ്യം ആത്മാവിൽ ചലിക്കുന്നു. റിസീവ് ചെയ്യുന്ന ദൈവമക്കൾ, റിസീവ് ചെയ്യുന്ന ദൈവമക്കൾ സന്തരാധന ധീകമനമനമനമ അടക്കമന ബൗഡവേദാരമ ശതരാധന. യെസ്, അടഞ്ഞ അധ്യായങ്ങളെ ഓർത്തു നീ ഭാരപ്പെടണ്ട, അടഞ്ഞ അധ്യായങ്ങളെ ഓർത്തു നീ ഭാരപ്പെടണ്ട. ഇന്ന് പകൽ നിനക്ക് വേണ്ടി പുതിയ ചിലത് തുറക്കുന്നവര് പുതിയ പാത വെട്ടുന്നു, പുതിയ പാത വെളിയിൽ തെളിഞ്ഞു വരുന്നു. എന്നോട് കർത്താവിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുക. അടഞ്ഞ അധ്യായങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഇന്ന് പകൽ പുതിയ ചിലത് നിനക്ക് വേണ്ടി ദൈവാത്മാവിൽ തുറന്നു വരുന്നു. ദൈവാത്മാവിൽ പുതിയ ചിലത് തുറന്നു വരുന്നു. ദൈവാത്മാവിൽ പുതിയ ചിലത് തുറന്നു വരുന്നു. അടഞ്ഞത് അടഞ്ഞത് പോട്ടെ, അടഞ്ഞത് പോട്ടെ, അടഞ്ഞത് പോട്ടെ, അടഞ്ഞത് പോട്ടെ. അടഞ്ഞതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, അടഞ്ഞതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. വചനം ഒന്ന് ഉറപ്പ. ഒരു വഴി അടഞ്ഞ എന്റെ അപ്പൻ 7 വഴി തുറന്നിരിക്കും, 7 വഴി തുറന്നിരിക്കും. ഇന്ന് പകൽ ഞാൻ ആരോടോ പ്രവചിക്കുന്നു. അടഞ്ഞതിനെ നോക്കി നീ ഭാരപ്പെടണ്ട, അടഞ്ഞതിനെ നോക്കി നീ ഭാരപ്പെടണ്ട. ഇതാ തുറക്കപ്പെട്ട വലിയതും വിശാലവുമായ ഒരു വാതിൽ എന്റെ സ്വർഗം ഇതിനകത്ത് ആത്മാവിൽ തുറന്നു വെച്ചിരിക്കുന്നു.
സ്തുതി ഉയരുന്നു, സ്തുതി ഉയരുന്നല്ലോ, സ്തുതി ഉയരുന്നല്ലോ, സ്തുതി ഉയരുന്നല്ലോ. ഇനിയും ഉയരണമല്ലോ. ഇനിയും ചിലരുടെ അകത്തുനിന്ന് ഇനിയും സ്തുതി ഉയരണമല്ലോ. വിട്ടുകൊടുത്ത് ആരാധിച്ച്, വിട്ടുകൊടുക്ക, വിട്ടുകൊടുക്ക. വിട്ടുകൊടുത്ത് ആരാധിക്ക. സ്തുതി ഉയരുന്നു. ആലയത്തിനകത്ത് പ്രൈസ് ഉയരുകയാ, സ്തുതി ഉയരുകയാ. കുഞ്ഞുങ്ങൾ വിട്ടുകൊടുത്ത് ആരാധിച്ച്. ഇതൊരു പ്രവചന ശബ്ദമാണ്. ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. അടഞ്ഞതിനെ നോക്കി നീ വ്യാകുലപ്പെടണ്ട. ഇതാ നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് പാടാൻ കഴിയുന്നവർക്ക് മുൻപിൽ ഇതൊരു പ്രവചനമാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് പാടാൻ കഴിയുന്നവർക്ക് മുമ്പിൽ ഇതൊരു പ്രവചനമാണ്. ഇത് കേവലം ഒരു പ്രവചന ശബ്ദം മാത്രമല്ല, ഇത് നിവർത്തീകരിക്കുന്ന ദൈവശബ്ദമാണ്. ചില വാതിലുകൾ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. എന്നോട് ചേർന്നത് സ്വീകരിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ ഒരു മനുഷ്യൻ അടയ്ക്കാനൊക്കില്ല. ഇന്ന് പകൽ എന്റെ ദൈവം ഇതിനകത്ത് ചില പുതിയ വഴികൾ തുറക്കുകയോ അത് അടയ്ക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു രാജ്യത്തിന്റെ നിയമത്തിനോ ഒരു രാജകീയ സംഹിതകൾക്കോ അവൻ ആഭിചാരങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ അസൂയകൾക്കോ തടയാൻ കഴിയാത്ത ചില വാതിൽ എനിക്ക് കാണാൻ സ്വർഗം ഇതിനകത്ത് തുറക്കുന്നു. യേശുവിൻ നാമത്തിൽ വഴിമാറും.
ചിലരുടെ മനോവേദനകളെ മാറ്റി, ചിലരുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളെ അറിഞ്ഞ്, ചിലരുടെ ആശ്വാസ സങ്കേത കേന്ദ്രമായി എൻ്റെ സ്വർഗം ഇതിനകത്ത് അവിടുന്ന് വെളിപ്പെട്ട് വരികയാണ്. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പ്രസൻസിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പായുടെ ശബ്ദത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പായുടെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പല കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആ ദൈവത്തിൻ്റെ മുൻപിൽ, ആ യേശുപ്പയുടെ മുൻപിൽ നിറഞ്ഞ ഹൃദയത്തോടെ നാം നിൽക്കുന്ന നിൽപ്പിൽ കർത്താവിൻ്റെ തിരുമേശയ്ക്കായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. യേശുപ്പ ഇന്ന് പകൽ സഭയോട് ശുശ്രൂഷിപ്പാൻ എൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന ദൈവവചന ഭാഗം ഒരു സിമ്പിൾ വേർഡാണ്. കർത്താവിന് ഒരു സ്പേസ് കൊടുക്കുക, കർത്താവിനൊരു ഇടം കൊടുക്കുക, കർത്താവിനൊരു ചാൻസ് കൊടുക്കുക, കർത്താവിനൊരു അവസരം കൊടുക്കുക. ഈ ഒരു അനുഭവമാണ് ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ വചനത്തിലൂടെ ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. ഗീവ് സ്പേസ് ടു ഗോഡ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിനൊരു സ്പേസ് കൊടുക്കുക. സ്തോത്രം. ഇന്ന് പകൽ കർത്താവിൻ്റെ മേശയിലേക്ക് പോകുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി ദൈവജനത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവർ, വായി കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുന്നവർ, ആമേൻ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി റിക്വസ്റ്റ് ചെയ്യുന്നു. കർത്താവിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു സ്പേസ് കൊടുക്കുക. കർത്താവിന് നിന്നോട് സംസാരിപ്പാൻ ഒരു സ്പേസ് കൊടുക്കുക. കർത്താവിന് നിന്നെ സ്നേഹിപ്പാൻ ഒരു സ്പേസ് കൊടുക്കുക. കർത്താവിൻ്റെ വാഗ്ദത്തം നിറവേറാൻ ഒരു സ്പേസ് കൊടുക്കുക. ഇന്ന് പകൽ കർത്താവെ, ഞാൻ അതിന് റെഡിയാണ് എന്നുള്ള സമർപ്പണമായിരിക്കട്ടെ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നാം കരങ്ങൾ നീട്ടുമ്പോൾ. നമ്മുടെ അകത്ത് നമ്മൾ ലോകത്തിൽ പലർക്കും സ്പേസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ സ്പേസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ജോലിക്ക് നമ്മൾ സ്പേസ് കൊടുക്കാറുണ്ട്. നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് നമ്മൾ സ്പേസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ഒത്തിരി കാര്യങ്ങൾക്ക്, നമ്മുടെ ഹെൽത്ത് നോക്കുന്നതിന് നമ്മൾ സ്പേസ് കൊടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഒരൊറ്റ ചോദ്യം: ഞാൻ എത്രത്തോളം കർത്താവിനും കർത്താവിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുവാനും കർത്താവിൻ്റെ സ്നേഹം എന്നിൽ അനുഭവിപ്പാനും ഞാൻ അപ്പയ്ക്കൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ, കാൽവറി ക്രൂശിൽ യാഗമായ യേശുപ്പെ നോക്കുമ്പോൾ നാം കാണുന്നത് നമുക്ക് വേണ്ടി ഒരു വലിയ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു വലിയ ഇടം കൊടുത്തു. സ്തോത്രം. കർത്താവ് പറഞ്ഞ മേഖലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ മാർവോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണം. ഞാൻ പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോകണം. നിങ്ങളെ ആരും അനാഥരെന്ന് വിളിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. കർത്താവ് നൽകിയ സ്പേസ് എത്ര വലുതാണെന്ന് ഓർത്ത് നോക്കിക്കേ. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് പകൽ നമുക്കും കർത്താവിൻ്റെ മേശയിലേക്ക് കരം നീട്ടുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചവർ, വായി കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറഞ്ഞവർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവർ, സഹോദരങ്ങളും സഹോദരിമാരും ഒരുമിച്ച് ഇന്ന് പകൽ ആമേൻ ഈ തിരുമേശയിലേക്ക് നമ്മൾ ഹല്ലേലൂയ അടുത്തു വരുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പറയാം: എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ യേശുപ്പയ്ക്ക് ഒരു വലിയ സ്ഥാനം കൊടുക്കുകയാണ്. 13-14 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഒന്ന്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഒന്ന്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഓക്കെ, അടുത്ത. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഞാൻ ചെയ്തു തരും. ഒന്ന്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 2, ഞാൻ ചെയ്തു തരും. 3, വായിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആമേൻ. ഒന്ന്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. 2, ഞാൻ ചെയ്തു തരും. 3, എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മലയാളികളായ നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്കാണ് തരുമെന്ന് കേൾക്കുന്നത്. ഹലോ, മിണ്ടുന്നില്ല, ഒരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, കൊടുക്കണം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഇഷ്ടമാണ് നമുക്ക് കേൾക്കുന്നത് ഞാൻ തരുമെന്ന് പറയുമ്പോൾ. വീണ്ടും മൗനതാണ്. പ്രൈസ് ദി ലോർഡ്. കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും വിഷമം തോന്നും. പക്ഷേ തരുമെന്ന് പറയുമ്പോൾ നമുക്ക് സ്തോത്രം. ഒരാമേൻ പറഞ്ഞ്, ഒരാമേൻ പറഞ്ഞ്, നല്ലൊരാമേൻ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ 3 കാര്യം യേശുപ്പ പറയുകയാണ്. ആമേൻ. ഇത് പറയുന്നത് ഒരു അപ്പോസ്തലനല്ല, ഇത് പറയുന്നത് യേശുപ്പയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കിൽ ഞാൻ കേട്ട ശബ്ദത്തിൽ പറയാം, ലോകത്തിലൊരു മനുഷ്യനല്ല നിനക്ക് ചിലത് തരും എന്ന് പറയുന്നത് ഉയരത്തിലെ നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ 3 വാക്കുകളെ ആത്മാവിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കർത്താവിന് ചിലത് തരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ദൈവത്തിന് അത് തരാനുള്ളൊരു സ്പേസ് കൊടുക്കാം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അല്പം വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ദൂത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം അവിടുന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ എന്നോട് കർത്താവ് ആമേൻ ഇടപെട്ടതും ഞാൻ കണ്ട വെളിപ്പാടിനകത്തും ചിലർ ദൈവത്തിൽ നിന്ന് ചിലത് സ്വീകരിക്കാൻ റെഡിയാകുക, ദൈവം ചിലത് തരാൻ വേണ്ടി റെഡിയാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ. ആമേൻ. ആമേൻ. ജീനസ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ മറിയുടെ കാര്യം നമ്മുടെ മുമ്പിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഒരു സ്പേസ് കൊടുക്കുക. ആമേൻ. യേശുവിൻ്റെ അമ്മ മറിയെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നിട്ടൊരു കാര്യം പറയുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിനക്കൊരു തലമുറയെ തരാൻ പോകുക. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ ഏറ്റെടുക്കാം നിങ്ങൾക്ക്. ആമേൻ. ഞാൻ നിന്നിൽ എന്ത് ചെയ്യാൻ പോവുക? ഒരു ആമേൻ മകനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തരാൻ പോവുകയാണ്, ഒരു തലമുറയെ തരാൻ പോവുകയാണ്. ആമേൻ. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത്, മറിയയുടെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് അടർത്തിയെടുത്തോട്ട് പറഞ്ഞോട്ടെ. ദൈവം ചിലത് തരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലത് ദൈവം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജ്ഞാനം, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പരിജ്ഞാനം, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സൗഖ്യം, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നന്മകൾ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലത് ഇന്ന് പകൽ ദൈവം തരാൻ പോകുകയാണ്. അതിന് എന്താണ് വേണ്ടിയത്? മറിയോട് പറയാ, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം റിസീവ് ചെയ്യാൻ നിന്റെ ഉദരത്തിനകത്തൊരു സ്പേസ് കൊടുക്കാൻ നീ തയ്യാറായിക്കോ. ആമേൻ. ഇതുവരെ കാണാത്തത്. ഹല്ലേലൂയ. എൻ്റെ അകത്തൊരു വേർഡ് പരിശുദ്ധാത്മാവ് തന്നത് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിക്കാം. ഈ തലമുറയിൽ നാം കണ്ടിട്ടില്ലാത്ത, ഈ തലമുറയിൽ നാം കേട്ടിട്ടില്ലാത്ത ചില ദൈവീക ദാനങ്ങൾ, ചില ദൈവീക നന്മകൾ ആഴത്തിൽ കൈമാറാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത് റിസീവ് ചെയ്യാൻ നമ്മുടെ അകത്തൊരു സ്പേസ് ഉണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. സഭയെ നോക്കി എല്ലാവരും കാണുന്നത് പോലെ ചിലത് കാണുകയല്ല, എല്ലാവരും കേൾക്കുന്നത് പോലെ ചിലത് കേൾക്കുകയല്ല, എല്ലായിടത്തും നടക്കുന്ന പോലെ ചിലത് നടക്കുകയല്ല. ഇന്ന് പകൽ അൺയൂഷ്വലായി ആമേൻ ചിലത് സംഭവിക്കുവാൻ, അസാധാരണമായി ചിലത് സംഭവിക്കുവാൻ ദൈവം അവിടുന്ന് പദ്ധതിയിട്ടിട്ടുണ്ട്. ദൈവം അവിടുന്ന് പദ്ധതിയിട്ടിട്ടുണ്ട്. അതിനൊരു സ്പേസ് നമ്മുടെ അകത്ത് വരട്ടെ. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. സഭ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങൾ മനഃപൂർവ്വം, ഞാൻ കഴിഞ്ഞ രാത്രി യേശുവിനോട് പറഞ്ഞ വാക്കാണ്, ഞാൻ സഭയോട് അത് പറയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് സാധാരണമായതൊന്നും വേണ്ട. നിങ്ങളൊരാമേൻ പറഞ്ഞില്ല. എല്ലായിടത്തും നടക്കുന്ന പോലെ ഒന്നും നമുക്ക് വേണ്ട. ആമേൻ. നിങ്ങൾ ഉൾക്കൊള്ളോ ഇല്ലെന്ന് അറിയത്തില്ല. ആമേൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല. എല്ലാവരും ധരിക്കുന്നത് പോലത്തെ എനിക്ക് വേണ്ട. എല്ലാവരും കഴിക്കുന്നത് പോലത്തെ എനിക്ക് വേണ്ട. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പിന്നെ ഏതാ വേണ്ടിയത്? ദൈവത്താൽ എന്ന് പറയപ്പെടുന്ന ചിലത് വേണം.
ആമേൻ. വീണ്ടും മറിയുടെ അനുഭവം ഞാൻ പറയാം. ആമേൻ. നിന്ന ഒരു സൈഡിലുണ്ട് സത്യമായ കാര്യം. ആമേൻ. അന്യൂഷ്വലായ ദൈവിക നന്മകൾക്ക് നീ സ്പേസ് കൊടുത്താൽ ആമേൻ, നിനക്ക് പ്രോത്സാഹനങ്ങൾ വരുന്നതിൻ്റെ 1000 മടങ്ങ് നിനക്ക് മുമ്പിൽ അപമാനം, നിനക്ക് മുമ്പിൽ നിന്ന്, നിനക്ക് മുമ്പിൽ കളിയാക്ക് വരും. പക്ഷെ നീ കൊടുത്ത സ്പേസിൽ ജനിച്ചിരിക്കുന്ന ചിലത് അടുത്ത ദിവസങ്ങൾ വെളിപ്പെടുത്തും. ഇത് നിന്നയല്ല. വചനം പറയുന്നു നിന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. നിങ്ങൾ ഉൾക്കൊള്ളുകയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്പേസ് കൊടുക്കുന്ന ചിലർ അടുത്ത ദിവസങ്ങൾ അറിയപ്പെടാൻ പോകുകയാണ്. യു ആർ ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യു ആർ ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എത്ര പേർ എന്നോട് ആത്മാർത്ഥമായി ആ വചനം സ്വീകരിച്ചിട്ട് പറയൂ, നീ അത് ഏറ്റെടുത്തത് കൊണ്ട് നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മക്കളെ, സാധാരണപ്പെട്ടതുപോലെ നടന്നാൽ ആമേൻ ഹല്ലേലൂയ, അതിനകത്ത് വലിയ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ആമേൻ, ദൈവത്താൽ അസാധാരണമായ ചിലത് നടക്കുമ്പോൾ ആമേൻ, അവിടുത്തെ പദം തന്നെ ഞാൻ പറയാ, യു ആർ സോ ബ്ലെസ്ഡ്. യു ആർ സോ ബ്ലെസ്ഡ്. എത്ര അമ്മമാർക്ക് ആഗ്രഹമുണ്ട് തലമുറ നോക്കിയിട്ട് പറയടാ, എൻ്റെ മക്കൾ സോ ബ്ലെസ്ഡ്. അവരൊത്തിരി ഭാഗ്യമുള്ളവരാ, ഭാഗ്യവാന്മാരാ. പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ കഴിയുന്നുണ്ട്? അടുത്ത ദിവസങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പറയണം, ആമേൻ ഹല്ലേലൂയ, സാധാരണമായതല്ല, അസാധാരണമായത്. സ്തോത്രം. 2, ശ്രദ്ധിക്കുക. ആമേൻ, നിന്റെ അകത്ത് അസാധാരണമായ ഒന്നിന് ജനനം കൊടുക്കുവാൻ നീ തയ്യാറായാൽ മുമ്പിൽ നിന്റെ കൂടെ നടക്കാൻ ചിലരെ ദൈവമാക്കും. യോസഫ് ചിന്തിച്ചു കൂടെ പോകണ്ട. യോസഫ് ചിന്തിച്ചു അപമാനമാണ്. യോസഫ് ചിന്തിച്ചു കളിയാക്കലാണ്. ഇവളെ കൊണ്ട് നടന്നാൽ എല്ലാവരും എന്നെ എന്ത് ചെയ്യും? കളിയാക്കൂ. പക്ഷെ കത്ത പറയാ, ഇവൾ അകത്തൊരു ജനനത്തിന് സ്പേസ് കൊടുത്തത് കൊണ്ട്, സ്ഥാനം കൊടുത്തത് കൊണ്ട് അല്ലല്ല, ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞത് അതുപോലെ ഏറ്റെടുക്കാൻ ഇവൾ സ്ഥാനം കൊടുത്തത് കൊണ്ട് ഇവൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇവളുടെ കൂടെ നടക്കേണ്ടതിന് ഒരു പുരുഷ പ്രജയെ എന്ന പദം ഞാൻ ഉപയോഗിച്ചോട്ടെ, ഒരു സെക്യൂരിറ്റിയെ എന്ന പദം ഞാൻ ഉപയോഗിച്ചോട്ടെ, ഒരു പ്രൊട്ടക്ടറെ എന്ന പദം ഞാൻ ഉപയോഗിച്ചോട്ടെ, കൂടെ അയക്കുന്ന ഒരുവൻ. അവൻ അത് രാത്രിയാകാം, പകലാകാം, അവൻ വഴിയമ്പലമാകാം, അവൻ പ്രസവ സമയമാകാം, അവൻ കൂടെ ഒരുവനുണ്ട്. ഹല്ലേലൂയ. ശംദൽ ഘടകമനാദിയ. ആമേൻ ഹല്ലേലൂയ. ഇനി നോക്കുക, സ്പേസ് കൊടുക്കുന്ന മറിയെ നോക്കിയിട്ട് ആമേൻ ഹല്ലേലൂയ കഥ പറയാ, നീ സ്പേസ് കൊടുത്തു നിനക്ക് ജനിച്ചതിനെ, നീ വാഗ്ദത്തം കേട്ടു നിനക്ക് ജനിച്ചതിനെ, ദൈവത്തിന് സ്ഥാനം കൊടുത്തു നീ ജനിച്ചതിനെ ഇല്ലായ്മ ചെയ്യുവാൻ. ആരെ? യോസഫിനെ അല്ല, മറിയല്ല, വാഗ്ദത്തമായി ജനിച്ചതിനെ. ഹലോ, വാഗ്ദത്തമായി ജനിച്ചതിനെ, എന്റെ വാക്ക്, കൊന്നു കളയാൻ ശ്രമിക്കുന്നവനെ അവന്റെ ബുദ്ധിയെ തകർത്തുകൊണ്ട്, അവന്റെ ചിന്തയെ മാറ്റിക്കൊണ്ട് ദൈവത്താൽ ജനിച്ചതിനെ സുരക്ഷിതമാക്കി ജീവിപ്പിക്കാൻ. ഹലോ, ഞാൻ ആരോടോ പറയുന്നു, നിന്റെ വാഗ്ദത്തം ചുമ്മാ ജനിച്ചതല്ല, നിന്റെ വാഗ്ദത്തം നിലനിർത്താൻ ജനിച്ചതാണ്. നിന്റെ വാഗ്ദത്തം നിലനിർത്താൻ. ഹല്ലേലൂയ. ഞാൻ പിതാവിനോട് ചോദിക്കും, മോനെ 15 പുറയിലോട്ട് ഓക്കെ. ഹല്ലേലൂയ. ആദ്യം ഓക്കെ. ആമേൻ. ശംധരാധന ആദിയാലാം 13 എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്തു തരാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പറയോ, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ there should be a space. സ്ഥലമില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ലൊരു വീട് പണിയണം, പക്ഷെ സ്ഥലമില്ല, എന്നാ ചെയ്യും? എനിക്ക് നല്ലൊരു വസ്ത്രം ഇടണം, പക്ഷെ എനിക്ക് അതിനുള്ള ശരീരമില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ, ശരീരം അതിന് യോഗ്യമല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു സ്പേസ് ഇല്ലാതെ ഒന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥാനമില്ലാതെ ഒന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കഥ പറയുന്നു, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ദൈവം ചിലത് നിനക്ക് ചെയ്തു തരാൻ പോകുകയാണ്. പക്ഷെ അത് എൻ്റെ വാക്കാണ്. അത് സ്വീകരിക്കാൻ നിന്റെ അകത്തൊരു സ്പേസ് വേണം. അർത്ഥം, ബുദ്ധിയുടെ സ്പേസിനെ എടുത്ത് പൊളിക്കണം. ബുദ്ധി അകത്ത് പറയുന്നില്ല ഇത് നടക്കത്തില്ലെന്ന്. മറിയം ആദ്യം പറഞ്ഞില്ലേ, പുരുഷന് അറിയായെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും. ബുദ്ധി പറയത്തില്ലേ, ഓ വാഗ്ദത്തം കേട്ട് ബുദ്ധിക്ക് വിട്ടുകൊടുത്തവരോട് ഞാൻ ആത്മാവിൽ ഉപദേശിക്കാം, നിങ്ങളുടെ ബുദ്ധിയുടെ തലം ഇന്നു പകൽ പൊട്ടണം.
ബുദ്ധിയുടെ തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കത്തില്ല. നിന്റെ തലമുറയെ ദൈവം മാനിക്കുമെന്ന് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയെ ബുദ്ധിക്കകത്തല്ല അഭിഷേകത്തില മാനിക്കുന്നതെന്ന് ഞാൻ പറയും. ബുദ്ധി കൊണ്ട് മാനിക്കാനല്ല, പണം കൊണ്ട് മാനിക്കാനല്ല, നിന്റെ തലമുറയെ അഭിഷേകം കൊണ്ട് മാനിക്കാൻ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരോട്, പ്രാർത്ഥിക്കുന്ന ചില പിതാക്കന്മാരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, തലമുറകൾ അഭിഷേകത്താൽ ആമേൻ മാനിക്കപ്പെടാൻ പോകുകയോ. അതുകൊണ്ട് തലമുറയ്ക്ക് ലോകത്തിന്റെ ജ്ഞാനം കൊടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല, ലോകത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല ഞാൻ പറയത്തില്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം നിന്റെ തലമുറയ്ക്ക് അഭിഷേകം കൊടുക്കാൻ. അതിനാ ചർച്ചിന്റെ സൺഡേ സ്കൂള്, അതിനാ ചർച്ചിന്റെ യൂത്ത് ഡിസൈപ്പിൾസ്. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ചില തലമുറകൾ ലോകത്തിന്റെ ബുദ്ധിയുടെ പുറകെ പോകുമ്പോൾ ദൈവത്തിന്റെ സ്പേസ് ഇല്ല അവിടെ പ്രവർത്തിക്കാൻ. നിങ്ങൾ ഉൾക്കൊള്ളുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്പേസ് ഇല്ല നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ടാമി ചർച്ചിനകത്ത് ഈ പ്ലാറ്റ്ഫോം ദൈവത്തിന്റെ അഭിഷേകം വീഴുന്ന തലമുറകൾ ആത്മാവിൽ വളരാൻ സഭ വിട്ടുകൊടുക്കുകയാണ്. ഈ ചർച്ചിനകത്ത് തലമുറകൾക്ക് വളരാൻ സ്പേസ് ഉണ്ട്, വർഷിപ്പിൽ എഴുന്നേക്കാൻ സ്പേസ് ഉണ്ട്, പ്രവചിക്കാൻ സ്പേസ് ഉണ്ട്, ആരാധനയ്ക്ക് ശുശ്രൂഷിക്കാൻ സ്പേസ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് ചേർന്ന് പറയൂ, എനിക്ക് അതൊന്നു വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപേക്ഷിക്കുന്നതൊക്കെയും അവിടെ ആത്മീയ വിഷയമൊന്നും മാത്രമില്ല, അവിടെ ഭൗതിക വിഷയമെന്ന് മാത്രമില്ല. അവിടെ ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും നീ ദൈവത്തോട് എന്തപേക്ഷിക്കുന്നോ അത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിനക്ക് ചെയ്തു തരും. പക്ഷെ അവിടെ ഒരു സ്പേസ് വേണം. ഉദരത്തിൽ സ്പേസ് കൊടുത്ത അമ്മയ്ക്കറിയാം ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ സ്പേസ് വേണം. അതുകൊണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു ശൂന്യത അവൾ അറിഞ്ഞു. നിങ്ങൾ എത്ര പേരെന്റെ കൂടെ ഉണ്ട്? ഒരമ്മയുടെ ഏറ്റവും വലിയ അറിവാണ് ഭവനത്തിന്റെ ശൂന്യതകൾ തിരിച്ചറിയുക, ജീവിതത്തിന്റെ ശൂന്യതകൾ തിരിച്ചറിയുക, തലമുറയുടെ ആത്മീയ ശൂന്യതകൾ തിരിച്ചറിയുക, പ്രാർത്ഥനയുടെ ശൂന്യതകൾ തിരിച്ചറിയുക. ആമേൻ. അമ്മ അത് തിരിച്ചറിഞ്ഞു. ആമേൻ. മാതാക്കളെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൈവിക ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ ആത്മീക ശൂന്യതയെ, നിന്റെ ഭൗതിക ശൂന്യതകളെ തിരിച്ചറിവാനുള്ള ജ്ഞാനമാണ്, തിരിച്ചറിവാനുള്ള പരിജ്ഞാനമാണ്. അത് എന്റെ മേൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇങ്ങനെ ശൂന്യത തിരിച്ചറിഞ്ഞിട്ട് യേശുവിന്റെ അരികിലേക്ക് ചെല്ലുകയാ. ക്ഷണിക്കപ്പെട്ടു നിൽക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ ആമേൻ മറിയ ചെന്നിട്ട് മറിയക്ക് ഒരു കാര്യം അറിയാം. ആമേൻ, ഹല്ലേലൂയ. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് എന്തും ചെയ്തു തരുവാൻ കഴിവുള്ള ഒരുവന്റെ മുൻപിലാ ഞാൻ നിൽക്കുന്നത്. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് എന്തും ചെയ്തു തരുവാൻ കഴിവുള്ള ഒരുവന്റെ മുൻപിലാ ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഞാൻ എന്നെ ഒന്ന് തിരിച്ചു സഭയോട് പറയുക, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് എന്തും ചെയ്തു തരുവാൻ കഴിവുള്ളവന്റെ മുൻപിലാ ഞാനും നിങ്ങളും ഇന്ന് പകൽ വന്നിരിക്കുന്നത്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് എന്തും ചെയ്തു തരുവാൻ കഴിവുള്ള ഒരുവൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് തിരിച്ചറിഞ്ഞ അമ്മ ശൂന്യത ആരെ അറിയിച്ചു? ചെയ്യാൻ കഴിവുള്ളവനെ അറിയിച്ചു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ശൂന്യത, അവൻ ഇല്ലായ്മ, കുറവ് സംഭവിക്കുന്നത്, ചോർന്നു പോകുന്നത്, തീർന്നു പോകുന്നത് അവൻ ചെയ്യാൻ നിറയ്ക്കാൻ കഴിവുള്ളവനെ അറിയിച്ചു. അറിയിച്ചപ്പോൾ ഒരു മറുപടി, സ്ത്രീയെ സമയമായില്ല, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞവൾ ആ നാഴിക വരാനുള്ള സ്പേസ് അവിടെ കൊടുക്കുക. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? അല്ല, ഇപ്പൊ വേണം, അവിടെ തീർന്നു പോയി, ഇപ്പൊ വേണം എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. അവിടെ ഒരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് ആ സ്പേസിന്റെ സമയത്ത് അവൻ അടുത്ത ആൾക്കാരെ ആക്കി വെച്ചു. അവൻ വല്ലതും പറയും കേട്ടോ. അവൻ പറയും. അത് പറയുന്നത് കേൾക്കാൻ. ഹലോ, സ്പേസ് കൊടുത്തിട്ട് ഉറങ്ങുന്നവരായി മാറരുത്. സ്പേസ് കൊടുത്തിട്ട് തളരുന്നവരായി മാറരുത്. സ്പേസ് കൊടുത്തിട്ട് ശബ്ദം കേൾക്കുവാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പറയാ, ദൈവത്തിന്റെ വചനം ചിലരെ ജീവിപ്പിക്കാൻ പോവുകയാണ്. ഓ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നതിനകത്ത് ദൈവത്തിന്റെ ശബ്ദം ചിലരെ ജീവിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശബ്ദം ചില ശൂന്യതകളെ മാറ്റാൻ പോവുകയാണ്. പിടിവാശിയില്ലാതെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സ്പേസ് കൊടുത്തു, ടൈം കൊടുത്തു, സ്ഥാനം കൊടുത്തു.
എന്നിട്ട് മറിയ അവിടെ നിന്നില്ല. മറിയ അടുത്ത ദൗത്യത്തിലേക്ക് പോയി. പക്ഷേ ഇവിടെ കുറച്ച് പേര് കാത്തു നിൽപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ സ്പേസിൽ ചെയ്യേണ്ടത് ചെയ്യാൻ. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? ആമേൻ ഹല്ലേലൂയ. ആ സ്ഥാനത്ത് ചെയ്യേണ്ടത് ചെയ്യാൻ. ആമേൻ ഹല്ലേലൂയ. മറിയയുടെ വാക്കുപോലെ യേശുവിന്റെ സമയമായപ്പോ ആമേൻ അവിടെ ചെയ്യുവാൻ ഒരു സ്പേസ് ഉണ്ടായി. എന്തൊക്കെ സ്പേസ് ഉണ്ടായെന്ന് ഞാൻ പറയാം. കിണർ അവിടെ ഉണ്ടായിരുന്നു, ഒരാമേൻ പറയാമോ? വെള്ളം അതിനകത്തുണ്ട്, ഒരാമേൻ പറയാമോ? കോരാനുള്ള ആമേൻ പാത്രങ്ങൾ അവിടെ ഉണ്ട്, ഒരാമേൻ പറയാമോ? നിറയ്ക്കാനുള്ള കൽഭരണി അവിടെ ഉണ്ട്, ഒരാമേൻ പറയാമോ? നിറയ്ക്കാനുള്ള ബാല്യക്കാർ അവിടെ ഉണ്ട്, ഒരാമേൻ പറയാമോ? ആമേൻ അത് കൊണ്ടുപോയി കൊടുക്കാനുള്ള ആമേൻ ബാല്യക്കാർ അവിടെ ഉണ്ട്, ഒരാമേൻ പറയാമോ? ഇന്ന് പകൽ നീ ശൂന്യത എന്ന് പറയുന്ന ഇടത്ത് ദൈവത്തിന് നീ സ്ഥാനം കൊടുത്താൽ കർത്താവ് നോക്കുമ്പോൾ ശൂന്യതയല്ല, അവിടെ മുഴുവൻ നിറവാണ്, അവിടെ മുഴുവൻ നിറവാണ്. ഒന്നും കൂടെ ഞാൻ ആത്മാവിൽ പറയുന്നു, അകത്തെ ശൂന്യത കണ്ട മറിയ നിൽക്കുമ്പോൾ ആമേൻ സ്പേസ് ദൈവത്തിന് ക്രിസ്തുവിന് കൊടുത്തു കഴിഞ്ഞപ്പോ ആ സ്പേസിൽ സ്വർഗം കാണുന്നത് ആമേൻ കോരാനുള്ള വെള്ളമുണ്ട്, കോരാനുള്ള കിണറുണ്ട്, കോരാനുള്ള പാത്രമുണ്ട്, നിറയ്ക്കാനുള്ള പാത്രമുണ്ട്, കോരാനുള്ള ബാല്യക്കാരുണ്ട്, കൊണ്ടുപോയി കൊടുക്കാനുള്ള ബാല്യക്കാരുണ്ട്. എന്റെ ചോദ്യം, എവിടെ ശൂന്യത? ദൈവത്തിന് സ്പേസ് കൊടുക്കുന്നിടത്ത് ശൂന്യതയ്ക്ക് സ്ഥാനമില്ല. ദൈവത്തിന് സ്പേസ് കൊടുക്കുന്നിടത്ത് നിറവാണ്. ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒന്നിനെ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ അകത്തു ശൂന്യത വരുവാൻ ദൈവം അനുവദിക്കയില്ല. ഞാൻ ആരോടോ പ്രവചിക്കുന്നു, നിന്റെ ഭർത്താവിനേക്കാൾ സ്ഥാനം നിന്റെ ദൈവത്തിന് കൊട്, നിന്റെ ഭാര്യയേക്കാൾ സ്ഥാനം നീ ദൈവത്തിന് കൊട്, നിന്റെ മക്കളെക്കാൾ സ്ഥാനം നീ ദൈവത്തിന് കൊട്, നിന്റെ ജോലിയേക്കാൾ സ്ഥാനം നീ ദൈവത്തിന് കൊട്, നിന്റെ വരുമാനത്തെക്കാൾ സ്ഥാനം നീ ദൈവത്തിന് കൊട്, നിന്റെ ആഗ്രഹങ്ങളെക്കാൾ സ്ഥാനം നീ ദൈവത്തിന് കൊട്, നിന്റെ ഇഷ്ടങ്ങളെക്കാൾ സ്ഥാനം നീ ദൈവത്തിന് കൊട്. ദൈവം നിന്നെ അത്ഭുതമാക്കാൻ പോകുകയാ. ഞാൻ ആരോടോ പ്രവചിക്കുന്നതിനകത്ത് ഈ ദൂത് ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുന്നു. നീ കർത്താവിന് സ്ഥാനം കൊടുത്താൽ അവൻ നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. കർത്താവിന് സ്ഥാനം കൊടുത്താൽ അവൻ നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. എവിടെ ഒരു വലിയ നിറവിന്റെ സാന്നിധ്യം ഞാൻ കേൾക്കുന്നു. ഒരു വലിയ മഴ പെയ്യുന്നത് പോലെ ഒരു മുഴക്കം ഞാൻ കേൾക്കുന്നു. ഒരു ഇടി മുഴക്കത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിനക്ക് ചിലത് ചെയ്തു തരാൻ പോകുകയാണ്. പക്ഷേ ആർ യു റെഡി ടു ഗിവ് ദ സ്പേസ് ഫോർ ജീസസ്? കർത്താവിന് അത് ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ യേശുവപ്പ ചെയ്ത അത്ഭുതങ്ങളെ ഒന്ന് ധ്യാനിക്കുക. നിങ്ങൾ യേശുവപ്പ ചെയ്ത ദൈവപ്രവർത്തികളെ ഒന്ന് ധ്യാനിക്കുക. മരിച്ചു കിടക്കുന്ന ഇടത്താണെങ്കിൽ പോലും കൈവക്കാൻ ഒരു സ്പേസ് കൊടുത്തു, അവിടെ ജീവൻ വ്യാപരിച്ചു. അത് നയീൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ മഞ്ചത്തിലാണെങ്കിൽ പോലും തൊടാൻ ഒരു സ്പേസ് കൊടുത്തു, അവിടെ ജീവൻ വ്യാപരിച്ചു. അവൻ ഭവനത്തിനകത്ത് കുളിച്ചൊരുക്കിയിട്ടിരിക്കുന്ന മൃതശരീരങ്ങളാണെങ്കിലും, അത് കുഞ്ഞിന്റെ ആൺകുഞ്ഞിൻ്റെതാണെങ്കിലും പെൺകുഞ്ഞിൻ്റെതാണെങ്കിലും, അതിനെ കയറി അകത്ത് കയറി തൊടാൻ ഒരു സ്പേസ് കൊടുത്തു, അത് ജീവനോടെ എഴുന്നേറ്റ് വന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയൂ, കർത്താവ് ആഗ്രഹിക്കുന്നു ചിലരുടെ അകത്ത് ഇന്ന് പകൽ ഒരു സ്പേസ് വേണം. അടുത്ത പദം കൂടെ വേഗത്തിൽ പറഞ്ഞു ഞാൻ മുന്നോട്ട് വരാം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പിതാവ് ചെയ്തു തരും. രണ്ടാമത് പറയാണ്, അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് പറയാണ്, ഒന്നുകൂടെ ധൈര്യപ്പെടുത്തിയിട്ട് പറയാണ്. അതേ വാക്യം തന്നെ വായിച്ചോ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഓക്കേ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ആമേൻ. പിതാവിനോട് അപേക്ഷിച്ചാലും എന്നോട് അപേക്ഷിച്ചാലും, ഹലോ, പിതാവിനോട് അപേക്ഷിച്ചാലും എന്നോട് അപേക്ഷിച്ചാലും, ഹലോ, നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? പിതാവിനോട് അപേക്ഷിച്ചാലും എന്നോട് അപേക്ഷിച്ചാലും ആര് തരും? പിതാവിനോട് നിങ്ങൾ അപേക്ഷിച്ചാലും ഞാൻ തരും, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചാലും ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാം, പിതാവിനോട് അപേക്ഷിച്ചാലും ക്രിസ്തു തരും, ക്രിസ്തുവിനോട് അപേക്ഷിച്ചാലും ക്രിസ്തു തരും. ഹലോ, ഒന്നുകൂടെ പറയാം, യേശുവിനോട് അപേക്ഷിച്ചാലും യേശു തരും, പിതാവിനോട് അപേക്ഷിച്ചാലും യേശു തരും. ഇന്ന് പകൽ തരുമെന്ന് 2 പ്രാവശ്യം ഉറപ്പ് പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം വചനം തന്നെ പറയുന്നു, 2 വായ്മൊഴികളാൽ കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം അവന്റെ വാക്കിന് മാറ്റമില്ല. നീ അപേക്ഷിക്കുന്നത് പിതാവിനോടാണെങ്കിലും ഞാൻ തരും, നീ അപേക്ഷിക്കുന്നത് എന്നോടാണെങ്കിലും ഞാൻ തരും.
അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. പിതാവും പുത്രനും തമ്മിലുള്ളൊരു ബന്ധം അതവിടെ നിൽക്കട്ടെ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഒരു നല്ല ബന്ധം അല്ലെങ്കിൽ പിതാവിനോട് ചോദിച്ചാൽ ആര് തരത്തില്ല? പുത്രൻ തരത്തില്ല. പുത്രനോട് ചോദിക്കുന്നത് ആര് തരത്തില്ല? പിതാവ് തരത്തില്ല. പക്ഷേ അവർ തമ്മിലുള്ളൊരു ബന്ധമാണ്. ആമേൻ. പുത്രനോട് ചോദിച്ചാലും പിതാവിനോട് ചോദിച്ചാലും പുത്രൻ അത് നൽകി തരുന്നത്. പുത്രന് നൽകി തരാൻ പിതാവ് അധികാരം കൊടുത്തിരിക്കുകയാണ്. പുത്രൻ അത് നമ്മുടെ മേൽ കൈമാറാൻ അതോറിറ്റി ഉള്ളതിനാൽ, പുത്രൻ അത് കൈമാറാൻ അഭിഷേകമുള്ളതിനാൽ പുത്രൻ പറയുന്നു ഞാൻ അത് ചെയ്തു തരും. ഓക്കെ, പക്ഷെ എന്റെ വിഷയം ഇതാണ്. 2 പ്രാവശ്യം ഉറപ്പിച്ചു പറയുന്നു, ആമേൻ. പ്രാർത്ഥിക്കുന്നത് തരും, അപേക്ഷിക്കുന്നത് തരും, ചോദിക്കുന്നത് തരും. പക്ഷെ വെക്കാൻ ഒരിടം വേണ്ടേ? തരുന്നത് വയ്ക്കാൻ. ഹലോ ഹലോ തരുന്നത് വയ്ക്കാൻ. ഒത്തിരി ഞങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ അകത്തോട് ഓടി വരിക. ഒരു സാധ്യതയുമില്ലാത്ത മേഖലകളിൽ ദൈവം ചെയ്തത് കർത്താവ് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന നന്മ തരാൻ പോകുന്നു, പക്ഷേ അത് വയ്ക്കാനൊരിടം. അത് വയ്ക്കാനൊരിടം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം ഒന്ന് ഒരുക്കാമോ? കർത്താവിന് നമ്മുടെ കട്ടില് വേണ്ട. ചേർന്നൊരാമേൻ പറയോ? കർത്താവിന് നമ്മുടെ പേഴ്സ് വേണ്ട. തെറ്റിദ്ധരിക്കേണ്ട, പേഴ്സ് വേണ്ട. ഒരാമേൻ പറയോ? കർത്താവിന് നമ്മുടെ പണം വേണ്ട. തെറ്റിദ്ധരിക്കേണ്ട. ഒരാമേൻ പറയാവോ? പക്ഷെ കർത്താവിന് വേണ്ട ഇടം എവിടാ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഇത് കൊടുക്കാതെ കോടി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, കോടി പോകത്തേ ഉള്ളൂ. ചേർന്നൊരാമേൻ പറയാമോ? ഹൃദയം കൊടുക്കാതെ ഉലകത്തിൽ എന്തു കൊടുത്താലും, ഹലോ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലും നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, അത് വൃഥാവാണ്. ഇന്ന് പകൽ കർത്താവ് പറയാ, ഒന്ന് തുറക്കപ്പെടണം, ഒന്ന് തുറക്കപ്പെടണം. എനിക്ക് എവിടെയാ സ്പേസ് വേണ്ടിയത്? പറഞ്ഞേ. എനിക്ക് എവിടെയാ സ്പേസ് വേണ്ടിയത്? ഹൃദയത്തിലാണ്. കർത്താവ് പറയാ, ഹൃദയത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പരിശുദ്ധാത്മ കൊണ്ടുപോയ ഒരു തലമാണ് ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തവർ. എൻ്റെ വാക്ക് അങ്ങനെ പറയാം. ഹൃദയം തുറന്നു കൊടുത്ത ഭക്തന്മാർ, ഹൃദയം തുറന്നു കൊടുത്ത അഭിഷിക്തർ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വലിയ നീണ്ട നിരക്കകത്തൂടെ യാത്ര ചെയ്തു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യത്തോട് പറയൂ, ക്രിസ്തുവിന് തൻ്റെ ഹൃദയം തുറന്നു കൊടുത്തതാ. ഒരുപക്ഷെ ഇത് ബന്ധങ്ങൾ അനുവദിക്കത്തില്ല, ഒരുപക്ഷെ സാഹചര്യം അനുവദിക്കത്തില്ല, ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾ നമ്മളെ അനുവദിക്കത്തില്ല, ഒരുപക്ഷെ നമ്മുടെ ബലഹീനതകൾ നമ്മളെ അനുവദിക്കത്തില്ല. പക്ഷെ ഞാൻ കണ്ടു, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒത്തിരി ഭക്തന്മാരുടെ ലൈഫിനകത്തൂടെ ഞാൻ കടന്നുപോയി. സാഹചര്യങ്ങൾ നോക്കാതെ, സമ്മർദ്ദങ്ങൾ നോക്കാതെ, വെല്ലുവിളികൾ നോക്കാതെ അവർ തങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു. അകത്തൊരു എന്ത് കൊടുത്തു? സ്ഥാനം കൊടുത്തു. സ്തോത്രം. ഞാൻ വീണ്ടും മറിയുടെ ലൈഫിലേക്കൊന്ന് വരാം. യേശുവിന് ജനിക്കാൻ ഒരു സ്ഥാനം ഉദരത്തിലാണ് കൊടുത്തതെങ്കിലും ഞാൻ ആദ്യമേ പറയും, ആ സ്ഥാനം എവിടെ വന്നേ? ഹൃദയത്തിൽ നിന്ന്. ഹൃദയത്തിൽ, നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ മനസ്സ് വെച്ചാൽ എല്ലാറ്റിനും സ്പേസ് ഉണ്ടാവും. അപ്പച്ചന്മാർ പറഞ്ഞു വെച്ചൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും, ഒരുമയില്ലെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കും. ഒരുമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കിടക്കാം, അല്ലേ? ഇച്ചിരി ഇടം മതി, കുറച്ചിടം മതി. സ്തോത്രം. ഒരുമയില്ലെങ്കിൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന് നമ്മളൊരു സ്പേസ് കൊടുക്കാൻ റെഡിയായാൽ, ആമേൻ, ആ സ്പേസിനകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ ശാന്തമായ ചില ശബ്ദങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, കർത്താവിന് നിന്റെ ഹൃദയം കൊടുക്കുവാൻ നീ മനസ്സ് വെച്ചാൽ, ആമേൻ, ആ ഹൃദയത്തിനകത്ത്, ആമേൻ, ഏറ്റവും ബെസ്റ്റ് സ്പേസ് ആർക്ക് കൊടുക്കണം? ഉറക്കെ. ഞായറാഴ്ച പള്ളിയിലിരുന്ന് നമ്മളിത് പറയും. മാതാപിതാക്കളോട് ഞാൻ ചോദിക്കാം, ചർച്ചിൻ്റെ ആക്ടിവിറ്റികളെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റേതിനെങ്കിലും സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, ഇന്നൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിലക്ക് കൽപ്പിക്കുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവരുടെ അകത്ത് ഞാൻ വീണ്ടും പറയുന്നു, പഠിപ്പിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല കാര്യങ്ങൾക്ക് വിടരുതെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവ കാര്യങ്ങൾക്കകത്ത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്പേസ് കൊടുക്കണം. പഴയ ഒരു ട്രാക്ട് ഉണ്ടായിരുന്നു, തമ്പിയുടെ ഹൃദയം. എത്ര പേര് കണ്ടിട്ടുണ്ട്? സ്തോത്രം.
ലക്ഷക്കണക്കിനെണ്ണം ചുമന്നിട്ടുണ്ട് തലയിൽ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. കെട്ടുകണക്കിന് ആമേൻ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തമ്പിയുടെ ഹൃദയം അല്ലേ? ഇന്ന് അതാണോ എൻ്റെ നിങ്ങളുടെ ഹൃദയം? അതിനകത്ത് കർത്താവിനുള്ള സ്പേസ് എവിടെ? എൻ്റെ നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് ദൈവവചനത്തിനുള്ള സ്പേസ് എവിടെ? പാരമ്പര്യത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും ആമേൻ എന്താ പറയണ്ടേ, അസൂയയ്ക്കും കുശുമ്പിനും നിരാശയ്ക്കും പിന്നെ ആമേൻ ഹല്ലേലൂയ പാരവെപ്പിനുമുള്ള സ്പേസ് ആണോ നമ്മുടെ ഹൃദയത്തിൽ വളർന്നു നിൽക്കുന്നത്? അതോ കർത്താവിനുള്ള സ്പേസ് ആണോ? മിണ്ടുന്നില്ല. സ്തോത്രം. എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്, എല്ലാറ്റിനും നമുക്ക് സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ ഇരിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. ഒരു ചെയർ കാണുമ്പോൾ അറിയാം ആ വീട്ടിലെ ഗൃഹനാഥനുള്ളതാണ്. ആണോ അല്ലയോ? സ്തോത്രം. ചില ഓഫീസിൽ നമ്മൾ കയറി ചെന്നാൽ 10-15 ചെയേഴ്സ് കിടക്കുന്ന ഒരു ക്യാബിൻ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും മാനേജിങ് ഡയറക്ടർ ഓർ MD ഓർ ചീഫായിട്ടുള്ള ആൾക്ക് ഇരിക്കാനുള്ള ചെയർ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പറ്റുമോ ഇല്ലയോ? സ്തോത്രം. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് കർത്താവിനുള്ള സ്പേസ് തിരിച്ചറിയാൻ പറ്റുമോ? കർത്താവിനുള്ള സ്പേസ് അതായിരിക്കണം ഏറ്റവും മാന്യമായത്, അതായിരിക്കണം ഏറ്റവും ശ്രേഷ്ഠമായത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗവൺമെന്റ് ഓഫീസിൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ അങ്ങ് പറഞ്ഞോട്ടെ, ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഒരു പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ റൂമിലേക്ക് ആമേൻ ഹല്ലേലൂയ ആ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ വന്നാൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കും. ആമേൻ, ആ മിനിസ്റ്റർ ആ കസേരയിൽ ഇരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ? കഴിഞ്ഞ ദിവസങ്ങൾ ചില മന്ത്രിമാർ യാത്ര ചെയ്ത ആമേൻ പോയ മേഖലകൾ ഞാൻ ശ്രദ്ധിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ചെന്നപ്പോൾ തന്നെ ആമേൻ DO ആമേൻ ഹല്ലേലൂയ തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നു. മിനിസ്റ്റർ വന്ന ചെയറിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അത് തെളിയിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഞാനാണ് ഈ കസേരയുടെ ആമേൻ അധികാരിയെങ്കിലും ആമേൻ ഇത് എൻ്റെ ചെയർ ആണെങ്കിലും എന്നേക്കാൾ വലിയ ഒരുവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പറയാ, എൻ്റെയും നിങ്ങളുടെയും അകത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന സ്വാർത്ഥത, ആമേൻ നമ്മുടെ അകത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും അനുഭവങ്ങൾ ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് നീ പറ, ആ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് എഴുന്നേറ്റ് കൊടുക്കുക. അവിടെ ഞാൻ എൻ്റെ യേശുവിനെ ഇരുത്തുകയാ. സ്വാർത്ഥതയുടെ സ്ഥാനത്ത് നിന്ന്, നമ്മുടെ സ്വയ ചിന്തയുടെ സ്ഥാനത്ത് നിന്ന്, ഞാനെന്ന ഭാവത്തിനകത്ത് നിന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒന്ന് മാറിക്കൊടുത്തിട്ട് പറ, അവൻ ഇവിടെ എൻ്റെ കർത്താവ് ഒന്ന് ഇരിക്കട്ടെ. കാരണം കർത്താവിന് ചിലത് തരണം. നിങ്ങൾ ചിന്തിക്കുക, എന്തിനാ ഈ മിനിസ്റ്റർ വന്നെന്നറിയാമോ? ഈ മിനിസ്റ്റർ വന്നതിന്റെ കാരണം ഞാൻ പറയാ, ആ വന്നിരിക്കുന്ന സ്ഥാപനത്തിനകത്ത് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണ്. അത് ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് ചില ഫയലുകൾ സൈൻ ചെയ്യാനുണ്ട്, അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കൈമാറാനുണ്ട്. ഞാൻ തുറന്നു പറയാ, ആമേൻ, മിനിസ്റ്റർ വരുന്ന ഇടത്ത് അദ്ദേഹത്തെ ഹോണർ ചെയ്യാത്ത, അദ്ദേഹത്തെ ആദരിക്കാത്ത, അദ്ദേഹത്തിന് ഇരിക്കാൻ കസേര കൊടുക്കാത്ത ഒരു മേഖലയിൽ അദ്ദേഹം മനസ്സ് തുറന്ന് ഒരു പേപ്പർ ഒഫീഷ്യലി സൈൻ ചെയ്ത് കൊടുക്കില്ല. നമ്മുടെ ഭാഷയിൽ 10 പ്രാവശ്യം നടത്തും. നമ്മുടെ ഭാഷയിൽ ആമേൻ ഹല്ലേലൂയ എത്ര തവണ വേണമെങ്കിലും പുറകെ നടത്തും. കാരണം അദ്ദേഹത്തിന് ആമേൻ മനസ്സിലായി, അദ്ദേഹത്തെ ആമേൻ സ്പേസ് അവിടെ കിട്ടിയില്ല, അദ്ദേഹത്തിന് വേണ്ടിയ സ്ഥാനം അവിടെ കിട്ടിയില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നിന്റെ നന്മയ്ക്ക് നീ സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നിന്റെ ഭാര്യയ്ക്ക് നീ സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നിന്റെ ഭർത്താവിന് നീ സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നിന്റെ തലമുറകൾക്ക് നീ സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നിന്റെ പഠനത്തിന് നീ സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ നിന്റെ ജോലിക്ക് നീ സ്ഥാനം കൊടുത്താൽ, ആമേൻ, പല മേഖലകളിലും നമ്മൾ വലയേണ്ടി വരും, നമ്മൾ ഉലയേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിന് നീ സ്ഥാനം കൊടുത്താൽ, ആമേൻ, അവൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചിലത് അധികാരത്തോടെ കൈമാറും. നീ അപേക്ഷിക്കുന്നതൊക്കെ പിതാവിനോട് അപേക്ഷിച്ചോ കുഴപ്പമില്ല, പുത്രനോട് അപേക്ഷിച്ചോ കുഴപ്പമില്ല, പക്ഷെ തരുന്നത് ക്രിസ്തുവ, തരുന്നത് ക്രിസ്തുവ, തരുന്നത് ക്രിസ്തുവ. അത് നൽകി തരും. അടുത്ത പദം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. വേഗത്തിലൊന്ന് വായിക്കാമോ? സമയം പോകുന്നു. അടുത്ത വാക്യം കൂടെ പെട്ടെന്ന്. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. അടുത്തത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ
ഇത് സത്യത്തിൽ വിശുദ്ധീകരിക്കേണ്ട ഭാഗമാണ്. പെട്ടെന്ന് പോകാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അടുത്ത എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ പിതാവിനോട് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും. ആമേൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും. എൻ്റെ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് സ്ഥാനം തരുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്ത് ചോദിക്കും? ആമേൻ. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ തന്നാൽ പരിശുദ്ധാത്മാവിനെ തരുന്നതിനോട് കൂടെ അഭിഷേകത്തോട് കൂടെ സകലതിന്റെയും പാക്കേജ് ഉണ്ട്. ഹല്ലേലൂയ. ആ ഒറ്റ വാക്കിൽ ഞാനത് നിർത്തുക. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു, നടക്കാത്ത കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും അകത്ത് അഭിഷേകം മതി. ആമേൻ. ഹല്ലേലൂയ. നിരാശയോടെ ഒരു ദൈവദാസൻ ഇന്നലെ രാത്രി എന്റെ ഫോണിൽ സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പൊന്നു കൂടപ്പുറപ്പെ, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങൾക്കെതിരെ അല്ല, നമുക്കെതിരെ അല്ല, നമ്മുടെ മുമ്പിൽ ആമേൻ ഉയർന്നു വരുന്ന വെല്ലുവിളികളിൽ നിങ്ങൾ അധികാരത്തോടെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവേ, അഭിഷേകത്തോടെ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അഭിഷേകത്തോടെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, ആമേൻ, അഭിഷേകത്തിന്റെ ശക്തി വരുമ്പോൾ, ആമേൻ, സകലതും അതിന്റെ പുറകിൽ. കർത്താവ് പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യം, അവന്റെ നീതി. ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോടെ പറയൂ, മുൻപേ അഭിഷേകം, മുൻപേ ദൈവരാജ്യം, ദൈവപ്രവൃത്തി, അതോട് കൂടെ പരിശുദ്ധാത്മാവിനെ അവൻ നിനക്ക് തരും. അത് എന്നേക്കും നിന്റെ കൂടെ ഇരിക്കേണ്ടതിന്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ലഭിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകയില്ല. നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പകൽ ആത്മാവിൽ അത് നൽകി തരാൻ പോകുകയാണ്. അവിടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പരിശുദ്ധാത്മാവിന് നമ്മുടെ അകത്ത് വസിക്കാൻ ഒരു സ്പേസ് വേണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ അകത്ത് വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ ശ്രദ്ധിച്ചേ, നമുക്ക് ദേഹമുണ്ട്. എത്ര പേര് ആമേൻ പറയും? നമുക്ക് ദേഹിയുണ്ട്. എത്ര പേര് ആമേൻ പറയും? നമുക്കൊരു ആത്മാവുണ്ട്. എത്ര പേര് ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് പകൽ ഞാൻ ധൈര്യത്തോടെ പറയുന്നു, ദേഹത്തിലല്ല സ്ഥാനം പരിശുദ്ധാത്മാവിന് നീ കൊടുക്കേണ്ടത്, നിന്റെ ദേഹിയിലും. ആൻഡ് സ്പിരിറ്റ് ആൻഡ് സോളിൽ പരിശുദ്ധാത്മാവിന് ഇരിക്കുവാൻ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഒരു വലിയ സ്ഥാനം. എന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കാനായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ടാൽ മതിയായിരുന്നു. ആമേൻ. എന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കാനായിരുന്നെങ്കിൽ ആമേൻ എന്തെങ്കിലും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് ഒരു സീല്, ആമേൻ, അല്ലെങ്കിൽ ടാറ്റു അടിച്ചാൽ മതിയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ ശരീരത്തിലല്ല. ഹലോ, ഈ ശരീരത്തിലല്ല. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ഒരു സ്ഥാനം, നിന്റെ മൈൻഡിൽ, നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിന് ഒരു സ്ഥാനം. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ പ്രവർത്തികൾക്ക് എന്റെയും നിങ്ങളുടെയും അകത്ത് എത്രത്തോളം സ്ഥാനമുണ്ട്? ഇന്ന് പകൽ give the space for the Holy Spirit. കാരണം എപ്പോഴും നിന്റെ കൂടെ ഇരിക്കേണ്ടതിനാ, എന്നേക്കും നിന്റെ കൂടെ ഇരിക്കേണ്ടതിനാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ പദം ഞാൻ അങ്ങനെ തന്നെ ഒന്ന് എടുത്തോട്ടെ, അങ്ങനെ തന്നെ ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. ആമേൻ. ഹല്ലേലൂയ. അതിന് വ്യത്യസ്ത ഒരു ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇരിക്കാൻ വന്നവന് നമ്മുടെ അകത്ത് ഇരിക്കാൻ ഒരു സ്പേസ് ഇല്ലെങ്കിൽ ആമേൻ, അദ്ദേഹം എത്ര കാലം നിൽക്കും? ഒന്നുകൂടെ പറയാ, ഇരിക്കാൻ വന്നവന്, എന്നേക്കും ഇരിക്കേണ്ടതിന് നമ്മുടെ അടുത്ത് വന്നവന് ഇരിക്കാൻ ഒരു സ്പേസ് ഇല്ലെങ്കിൽ എത്ര കാലം നിൽക്കും? എത്ര കാലം കൂടെ നിൽക്കും? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് ഞാൻ പറയാ, നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, സഭ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും, ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, പരിശുദ്ധാത്മാവിന് സ്പേസ് കൊടുക്കാത്ത മേഖലകൾ ആത്മാവിന് ദുഃഖമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് ഇന്ന് പകൽക്കാലം ഒന്ന് സ്പേസ് കൊടുക്കുക. ചോദിക്കുന്നത് തരാൻ, പിതാവിനോട് ചോദിക്കുന്നത് തരാൻ, പുത്രനോട് ചോദിക്കുന്നത് തരാൻ, എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ തരാൻ ഇന്ന് പകൽ സ്വർഗം റെഡിയാണ്. പക്ഷെ നമുക്ക് ഒരുക്കാൻ ഒരിടമുണ്ടാകണം. ഒരു മിനിസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടീമും റെഡിയാണ്. പക്ഷെ റിസീവ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് വേണം, സ്വീകരിക്കാൻ നമുക്കൊരിടം വേണം. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കണ്ണുകളടച്ച്. എനിക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകാൻ ഇന്ന് പകൽക്കാലം പറ്റുന്നില്ല, എനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായ ആത്മാവിൽ നിങ്ങളുടെ അകത്ത് ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഞാൻ ചോദിക്കുന്നു, കർത്താവിന് എത്രത്തോളം സ്ഥാനം നമ്മുടെ അകത്തുണ്ട്? പരിശുദ്ധാത്മാവിനെ ഇരുത്തുവാൻ എത്രത്തോളം ഒരു സ്ഥാനം നമ്മുടെ അകത്തുണ്ട്? ശതലാപന ഹത്തുരാധന. ഇന്ന് പകൽ ആ സ്ഥാനം ആത്മാവിലൊന്ന് വിശുദ്ധീകരിച്ചേ. ആമേൻ. എല്ലാവരും, എല്ലാ കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഒന്ന് ഏകാഗ്രതയോടെ നിന്ന് ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യും. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ, ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ, ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഹൃദയത്തിനകത്ത്
ദുഷ്ടതയുടെ സ്ഥാനമൊന്ന് മാറിക്കേ, അസൂയയുടെ സ്ഥാനം ഒന്ന് മാറിക്കേ, പിണക്കിൻ്റെ സ്ഥാനം ഒന്ന് മാറിക്കേ. ഞാൻ പറഞ്ഞ പോലെ തമ്പിയുടെ ഹൃദയം പോലെ മലിനപ്പെട്ട് കിടക്കുന്നൊന്ന് മാറിക്കേ. ദൈവാരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ പലതിനെയും ഒതുക്കി വെച്ച് മറഞ്ഞിരിക്കുന്ന സ്ഥാനമൊക്കെ ഒന്ന് മാറ്റിക്കേ. ഫ്രണ്ട്സിന് സ്ഥാനം കൊടുക്കുന്നൊക്കെ ഒന്ന് മാറ്റിക്കേ. ഹല്ലേലൂയ. ജോലിക്ക് സ്ഥാനം കൊടുക്കുന്നൊക്കെ ഒന്ന് മാറ്റിക്കേ. ഹല്ലേലൂയ. പഠനത്തിന് സ്ഥാനം കൊടുക്കുന്നൊക്കെ ഒന്ന് മാറ്റിക്കേ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ കൂടെ ഒന്ന് ഇറങ്ങി വരട്ടെ. അവനൊരു സ്ഥാനം. ചിലർ ആരാധനയ്ക്ക് പോലും വരാത്തത് മറ്റു ചില മാനുഷിക ബന്ധങ്ങൾക്ക് കർത്താവിനേക്കാൾ അധികം സ്ഥാനം കൊടുത്തിട്ടാ കേട്ടോ. ഹല്ലേലൂയ. തെറ്റാ മക്കളെ, തെറ്റാ. അവരല്ല വലുത്, യേശു വലുത്. അവർ ജീവിക്കുന്നത് തന്നെ യേശു ഉള്ളത് കൊണ്ടാണ്. അവർ നിന്റെ അരികിൽ വന്നത് തന്നെ യേശു ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നീ യേശുവിനെ മറന്ന് അവർക്ക് സ്ഥാനം കൊടുക്കരുത്. ചിലത് നമ്മുടെ മുമ്പിൽ ഡിലേ ആകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിന് അവിടെ പ്രവർത്തിപ്പാൻ ഒരു സ്ഥാനം. എൻ്റെ ബുദ്ധി വേണ്ട കർത്താവേ, എൻ്റെ ആഗ്രഹം വേണ്ട. ഹല്ലേലൂയ. കർത്താവിനെ പ്രവർത്തിക്കാൻ ഒരിക്കൽ കൂടെ നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ഓ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല ഇന്ന് പറഞ്ഞു ചിരിച്ചവർ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ. എങ്കിലും എന്നെ നീ കണ്ടതു അതിശയം, എന്നോട് വിട്ടുവെച്ചെല്ലാം നിനക്കൊരുവനു മാത്രമേ. എങ്കിലും എന്നെ നീ കണ്ടതു അതിശയം, എന്നോട് വിട്ടുവെച്ചെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ഉടഞ്ഞുപോയ പാത്രമാണ് ഉപയോഗമറ്റിരുന്നു, ഒന്നിനും മുതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ഉടഞ്ഞ
ഉപയോഗമറ്റിരുന്നു. ഒന്നിനോടകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ചിരിച്ചവർ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എങ്കിലും നീ എന്നെ കണ്ടതു അതിശയം എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. എങ്കിലും എന്നെ നീ കണ്ടതു അതിശയം എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മട്ടും പെരുകണം, നീ മട്ടും പെരുകണം, നീ മട്ടും പെരുകണം, നീ മട്ടും യേശയ്യാ. നീ മട്ടും പെരുകണം, നീ മട്ടും പെരുകണം, നീ മട്ടും പെരുകണം, നീ മട്ടും യേശയ്യാ. നീ മട്ടും പെരുകണം അപ്പാ, നീ മട്ടും പെരുകണം, നീ മട്ടും പെരുകണം, നീ മട്ടും
അടികൾക്ക് കർത്താവേ അങ്ങയുടെ ആലയത്തിൽ കടന്നു ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങിൽ നിന്നും പ്രാപിക്കുവാൻ കർത്താവേ നീ ഇന്നും പകലും കൃപ തന്നതോർത്ത് അടികളൊക്കെ സ്തുതിക്കുന്നപ്പാ. കടന്നു വന്നപ്പോൾ നല്ല പാട്ടുകളെ തന്നല്ലോ കർത്താവേ. ആരാധിച്ചതിനെ ബലപ്പെടുത്തുവാൻ കർത്താവേ നീ അടികളെ സഹായിച്ചതോർത്തങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഇന്നൊരു പുതു ബലം പ്രാപിച്ച് പുതു ശക്തി പ്രാപിച്ച് മടങ്ങുവാൻ നിന്റെ ദിനത്തെ നീ ബലപ്പെടുത്തിയതോർത്തങ്ങേ സ്തുതിക്കുന്നപ്പാ. നല്ല ആലോചനകളെ കർത്താവ് തന്നല്ലോ. ദൈവവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ ഇന്ന് പകലും കൃപ തന്നതോർത്തടികളങ്ങേ സ്തുതിക്കുന്നപ്പാ. അതിനായി നിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തിയതോർത്തും അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നന്മയ്ക്കായി എല്ലാ അനുഗ്രഹങ്ങൾക്കായി മടികളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന് നിന്റെ മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ നിന്റെ മക്കളോടും ഇടപെട്ടല്ലോ കർത്താവേ. നിന്റെ കരത്തിന്റെ സ്പർശനം അനുഭവിപ്പാൻ നിന്റെ ജനത്തെ നീ സഹായിച്ചതിനായി അടികളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആ വലിയ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കടന്നു വരുവാൻ സാധിക്കാതെ പോയവരുണ്ട്. അവരെ ഈ സമയങ്ങൾ ഓർക്കുന്നു കർത്താവേ. നിന്റെ മക്കളുടെ അവസ്ഥകളെല്ലാം സ്വർഗം അറിയുന്നുണ്ടല്ലോ. ഒന്നിനും ഒരു മുട്ടും വരാതെ അവിടുന്ന് സൂക്ഷിച്ചു കർത്താവേ. വരും ദിവസങ്ങളിൽ അടികൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ സ്വർഗമിന്റെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഇപ്പോൾ അടികൾ പിരിയുന്നു. പിരിയാബന്ധമായി കൂടെ ഇരിക്കണം. ഒരുമിച്ച് ചേർന്നങ്ങേ മഹത്വപ്പെടുത്തുമ്പരേ ഉള്ളം കരങ്ങളിൽ വഹിക്കണം. അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇപ്പോൾ നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന സകല വിഷയമേലും നാം ഇന്ന് ഗ്രഹിച്ച നല്ല ദൈവവചനത്തിന്റെ പേരും ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. അറുക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കട്ടെ.